അപ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും കാണണമെന്ന് ഉദ്ദേശിച്ചത്. ഒരു കാര്യം ആശാ വർക്കർമാരുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഒരു കള്ളം 100 തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നും എന്നുള്ള സിദ്ധാന്തം, ഗീബൽസിയൻ സിദ്ധാന്തം, ആ സിദ്ധാന്തം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ. കേന്ദ്രം ഞങ്ങൾക്ക് തരാനുള്ളത് തന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആശാ വർക്കർമാർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാത്തത് എന്നുള്ള പച്ചക്കള്ളം, ആ പച്ചക്കള്ളം തുടരെ ആവർത്തിക്കുകയാണ് കേരളത്തിലെ സർക്കാർ. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി NHM ഫണ്ടിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നൽകാനുള്ള മുഴുവൻ തുകയും കേരള സർക്കാരിന് നൽകിക്കഴിഞ്ഞു. മാത്രമല്ല അധിക തുക അടക്കം നൽകിയിട്ടുണ്ട്. ജനുവരി 29 വരെയുള്ള കണക്ക് പാർലമെൻറ്റിൽ വെച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കോപ്പി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പാർലമെൻറ്റിൽ വെച്ചിട്ടുള്ള കണക്കിൽ അന്ന് പറഞ്ഞിരുന്നത് 914.24 കോടി കൊടുക്കേണ്ടതിൽ 815.73 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിക്കഴിഞ്ഞു. ഈ പണം മുഴുവൻ ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് അല്ല, NHMൻ്റെ കീഴിൽ വരുന്ന വിവിധ പദ്ധതികൾക്ക് വേണ്ടിയുള്ളതാണ്. അതിൽ ഒന്ന് മാത്രമാണ് ഇൻസെൻറ്റീവ്, അതായത് കേന്ദ്ര സർക്കാർ നൽകേണ്ട ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ള പണം. 915 ഇനി അഥവാ വാദത്തിന് വേണ്ടി 97 കോടി കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് വെച്ചാലും ബാക്കിയുള്ള 814 നിന്ന് ഇൻസെൻറ്റീവ് കൊടുക്കാനുള്ള പണം എടുക്കാം. ബാക്കിയുണ്ടായിരുന്ന 97 കോടി രൂപ ഫെബ്രുവരി 12-ാം തീയതിക്കകം ബാക്കിയുള്ള അഡീഷണൽ തുക അടക്കം കൊടുത്തു തീർത്തു. ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് പുതുതായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു പച്ചക്കള്ളം, 2023-24 ഫണ്ട് വിനിയോഗം, ഒരു കൊല്ലം മുമ്പത്തെ കാര്യമാണ്. 23-24 ഫണ്ട് വിനിയോഗം, ആ ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുള്ള ഒരു കത്ത്, ആ കത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് കേന്ദ്രം ഞെരുക്കുന്നു എന്ന് പറയുന്നതാണ്. എൻ്റെ ബഹുമാന്യരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണോ മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. വീണ ജോർജിൻ്റെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന കത്തും വാർത്തയും അതേപടി ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ ബാലഗോപാൽ മന്ത്രിയും അതേ കത്തെടുത്ത് പൊക്കിക്കാണിക്കുന്നത് ഞാൻ കണ്ടു. 2023-24 ഫണ്ട് കേരളത്തിന് ലാപ്സായത് അല്ലെങ്കിൽ നഷ്ടമായത് കേന്ദ്ര പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് എന്ന് ആ കത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുകയും നൽകിയ ഫണ്ട് ചെലവാക്കിയതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യണം. അത് ചെയ്തില്ല. അത് ചെയ്യാത്തവർക്ക് കേരളത്തിലടക്കം, കേരളത്തിനുൾപ്പെടെ പഞ്ചാബ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങൾക്ക്, ആ സംസ്ഥാനങ്ങൾക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കേരളം പറഞ്ഞു ഞങ്ങൾ ആ മാനദണ്ഡങ്ങൾ പാലിക്കാം. പക്ഷേ ഞങ്ങൾ മാനദണ്ഡം പാലിക്കാമെന്ന് പറയുമ്പോഴേക്ക് ആ സാമ്പത്തിക വർഷം കഴിഞ്ഞു. സാമ്പത്തിക വർഷം കഴിഞ്ഞപ്പോൾ ആ ഫണ്ട് ലാപ്സായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, UGC ശമ്പളത്തിൻ്റെ പേരിൽ 750 കോടി നഷ്ടമായി എന്ന് ബാലഗോപാൽ അടക്കം വന്നിട്ട് സ്ഥിരം പറയുന്നത്. ഈ 750 കോടി നഷ്ടമായത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അന്ന് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കേണ്ട കണക്കുകൾ, ആ കണക്ക് വർഷാവസാനത്തിനകം കൊടുക്കാത്തത് കൊണ്ട് ആ പണം തരാൻ നിർവാഹമില്ല. കാരണം സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ തന്നെ, കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിനോട് നേരത്തെ പറഞ്ഞിരുന്നതാണ് ഈ കണക്കുകൾ മാർച്ച് 31-നകം നൽകണം. നൽകിയില്ല. അപ്പോൾ UGC ഫണ്ട് പോയി. കൊടുക്കേണ്ട കണക്ക് കൃത്യമായിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ പിന്നീട് ഞങ്ങൾ അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ വർഷം കഴിഞ്ഞപ്പോൾ അത് ലാപ്സായി. അതുകൊണ്ട് കേരള സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം നിറവേറ്റാതെ കേന്ദ്ര ഫണ്ട് ലാപ്സായത് കേന്ദ്രത്തിൻ്റെ ഞെരുക്കലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്
എല്ലാവരെയും എല്ലാ കാലത്തും മണ്ടന്മാരാക്കാം എന്ന് ആർക്കെങ്കിലും ധരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ സ്ഥിരമായിട്ട് മണ്ടന്മാരാക്കാൻ കഴിയില്ല എന്ന് ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ തിരിച്ചറിയണം. ഇനി വാദത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 97 കോടി കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നു എന്ന് പറയുന്നത് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ, കിട്ടാൻ ബാക്കിയില്ല, പക്ഷേ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ അതാണോ ഈ 3 മാസത്തെ പണം കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം? കേന്ദ്രം NHM ഫണ്ടിൽ തരുന്നതിൻ്റെ എമൗണ്ടിൻ്റെ എത്ര ശതമാനമാണ് ഈ ഇൻസെൻറ്റീവ് എന്നെങ്കിലും സംസ്ഥാന ആരോഗ്യമന്ത്രി പറയണം. കാരണം ഇപ്പോൾ ഇന്നലെ സിക്കിമിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, സിക്കിം നൽകുന്ന ഇൻസെൻറ്റീവിനെ കുറിച്ച് പറഞ്ഞത് ഏതോ കോർഡിനേറ്റർ എഴുതി അറിയിച്ചു എന്നാണ്. പാർലമെൻറ്റിൽ വെച്ച മറുപടിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിക്കിം കൊടുക്കുന്നത് 10,000 ആണ്, ആന്ധ്രാപ്രദേശ് കൊടുക്കുന്നത് 10,000 ആണ്. ആന്ധ്രാപ്രദേശ് ഇന്നലെ നിങ്ങളെല്ലാവരും വാർത്ത കൊടുത്തു, 1.5 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റി ആയിട്ട് പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് കൊടുക്കാൻ ആന്ധ്രാപ്രദേശ് തീരുമാനിച്ചു എന്ന്. അപ്പോൾ ഈ കോർഡിനേറ്റർ എഴുതുന്ന കത്തിൻ്റെ ആധികാരികതയാണോ പ്രാധാന്യം, അതിനാണോ ഏറ്റവും ആധികാരികത, അതോ പാർലമെൻറ്റിൽ വെക്കുന്ന മറുപടിയാണോ? അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ കള്ളക്കണക്കുമായിട്ട് വരാതെ അവിടെ മഴയും വെയിലും കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആശാവർക്കർമാർ അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് കേരള സർക്കാരിൻ്റെ പരിമിതികളും പ്രശ്നങ്ങളുമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ. നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, കേരളത്തിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ 21,000 രൂപ ആശാവർക്കർമാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ വീണ്ടും രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ട്, കാരണം ആശാവർക്കർമാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സർക്കാർ രണ്ടാമതും വന്നത്. കാരണം കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളുകളാണ് ആശാവർക്കർമാർ. അവർക്ക് 21,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രയോജനപ്പെടുത്തി. ഇപ്പോൾ അവരെ പറ്റിക്കുന്നത്, അവർക്ക് കൊടുക്കാതിരിക്കുന്നത് മിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞു പറ്റിക്കലാണ്, അവരെ വഞ്ചിക്കലാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ നടത്തുന്ന ശ്രമം, ആ ശ്രമം വിലപ്പോവില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം ഈ കടൽ മണൽ ഖനനത്തെ സംബന്ധിച്ച് നടത്തുന്ന രാഷ്ട്രീയ പ്രചരണം. CPM-ഉം കോൺഗ്രസും സംയുക്തമായിട്ട് കേരളത്തിൻ്റെ നിയമസഭ ഇന്നലെ പ്രമേയം പാസ്സാക്കി. കേരളത്തിൻ്റെ നിയമസഭ പ്രമേയം പാസ്സാക്കുന്നതിന് ഒരു വിലയില്ല എന്നുള്ളത് ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ബോധ്യമായതുകൊണ്ട്, കാരണം CAA-യുടെ കാര്യത്തിൽ പ്രമേയം പാസ്സാക്കി, അബ്ദുൽ നാസർ മദനിയുടെ കാര്യത്തിൽ പ്രമേയം പാസ്സാക്കി. അതുപോലെ പ്രമേയങ്ങൾ പാസ്സാക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം, ആ നികുതിപ്പണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നഷ്ടപ്പെടുത്തുകയാണ്. കാരണം കടൽ മണൽ ഖനനത്തെ സംബന്ധിച്ച് ഇതുപോലെയുള്ള നിരവധി പ്രചരണങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് കേന്ദ്ര ഖനി വകുപ്പിൻ്റെ സെക്രട്ടറി ശ്രീ KL കാന്താറാവുമായിട്ട് ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. എർത്ത് സയൻസസ് ഭൗമശാസ്ത്ര വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള ശ്രീ ജിതേന്ദ്ര സിംഗ്ജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഒന്നാമത്തെ കാര്യം, ഈ ഖനനത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ അനുമതി നൽകിയുള്ളൂ എന്ന് സർക്കാർ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വകുപ്പ് സെക്രട്ടറി എന്നോട് പറഞ്ഞത്, അദ്ദേഹം കൊച്ചിയിൽ നടത്തിയ ഒരു പരിപാടി, ഇത് സംബന്ധിച്ചിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരുടെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് നടത്തിയ പരിപാടിയിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജാനുവരി മാസത്തിൽ അദ്ദേഹം വന്നിട്ട് വിശദീകരിച്ചാണ്. ജാനുവരിയിലോ ഫെബ്രുവരിയിലോ. അന്ന് കേരള സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് പങ്കെടുത്ത കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ, IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ചില ആശങ്കകൾ ഉന്നയിച്ചു. അതേ വേദിയിൽ അതിന് മറുപടിയും നൽകി. പരിസ്ഥിതി ആഘാത പഠനം നടത്തി അത് അനുകൂലമല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഖനനവും നടത്തില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ടെൻഡർ ലഭിച്ചു കഴിഞ്ഞാൽ പോലും അത് റദ്ദ് ചെയ്യപ്പെടും എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം. മാത്രമല്ല, ഈ പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നത് ഈ
കരാർ ലഭിച്ച ആളുകളാണ് പഠനം നടത്തുന്ന ഏജൻസിയെ തീരുമാനിക്കുന്നത് എന്ന് ചില മാധ്യമങ്ങളിൽ വന്നു. കരാർ ലഭിച്ച ഏജൻസി ഈ കരാർ ലഭിച്ച കരാറുകാരൻ ഏജൻസിയെ തിരഞ്ഞെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ എംപാനൽ ചെയ്യുന്ന ഏജൻസികളിൽ നിന്ന് വേണം തിരഞ്ഞെടുക്കാൻ. അതിനുശേഷം ഈ ഏജൻസിയുടെ ഈ പഠനം സംസ്ഥാനത്തെ പരിസ്ഥിതി കാര്യങ്ങൾ പരിശോധിക്കുന്ന സ്റ്റേറ്റ് എൻവയൺമെൻ്റൽ ഇമ്പാക്റ്റ് ഏജൻസി അവർ വീണ്ടും പരിശോധിക്കും. എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിനടക്കം അതിൽ റോളുണ്ട്. അവർക്ക് തോന്നുന്നിരിക്കട്ടെ ഈ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയത് തൃപ്തികരമല്ല, ക്യാൻസൽ ചെയ്യാം. 2 ഘട്ടങ്ങളിൽ ഈ തരത്തിൽ വീണ്ടും പഠനം നടത്തിയതിന് ശേഷം മാത്രമേ തുടർന്നു പോവുള്ളൂ. മാത്രമല്ല, കേരളത്തിൻ്റെ തീരത്ത് ഒരു തരത്തിലുള്ള ധാതുക്കളും ഖനനം നടത്താൻ പോകുന്നില്ല. കേരളത്തിൻ്റെ തീരത്ത് കൊല്ലത്തിൻ്റെ പരിസരത്തായിട്ട് നടത്താൻ പോകുന്നത് മണൽ ഖനനമാണ്. കേരളത്തിലെ നദികളിലടക്കം മണൽ ഖനനം നടത്താൻ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ. കേരളത്തിൽ നിർമ്മാണ മേഖലയിൽ വലിയ തോതിൽ മണൽ ആവശ്യമുണ്ട്. ഈ മണൽ കേരളത്തിലെ നദികളിൽ നിന്ന് എടുക്കുന്നതിന് പകരം, പാരിസ്ഥിതിക ആഘാതമുണ്ടാകുന്ന തരത്തിൽ പകരം കടലിൽ നിന്ന് മണലെടുക്കുന്നത് കൊണ്ട് ഇതുവരെ ഒരു പഠനവും അതിൻ്റെ പേരിൽ പരിസ്ഥിതി പ്രശ്നമുണ്ടാകും, മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിപ്പിക്കാനുള്ള അവസരം നഷ്ടമാകും എന്നൊക്കെ പറയുന്നത് ഇതുവരെ ഒരു പഠനവും അത്തരത്തിൽ നടന്നിട്ടില്ല. മാത്രമല്ല, കേരളത്തിൽ നിന്ന് ധാതുക്കൾ എടുക്കും എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റത്തെ പച്ചക്കള്ളമാണ്. കേരളത്തിൻ്റെ തീരത്ത് നിന്ന് ഒരു ധാതു ഖനനവും നടത്താൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. കരാറ് കൊടുത്തിരിക്കുന്ന, ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 3 ബ്ലോക്കുകൾ മണൽ ഖനനം നടത്താൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് കടലിലെ സമ്പത്ത് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ അത് ഖനനം ചെയ്യുന്ന ഒരു പ്രക്രിയ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ മിനറൽസ് അടക്കം, ആ ക്രിട്ടിക്കൽ മിനറൽസ് അടക്കം ലോകത്തിൽ പല സ്ഥലത്തും ഖനനം നടക്കുന്നുണ്ട്. ഇന്ത്യയിലടക്കം ആ ഖനനം നടത്താനുള്ള തീരുമാനം അത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ തീരത്ത് നടക്കുന്ന ഖനനത്തിൽ ഒരു ധാതു ഖനനത്തിൻ്റെയും തീരുമാനം കരാറിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടിന് വേണ്ടിയിട്ട് ഏത് പച്ചക്കള്ളവും CAA നടപ്പിലാക്കും, ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളെ മുഴുവൻ തന്നെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കും എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ ആളുകളുണ്ട്. CAA പാസ്സാക്കിയിട്ട് ഇപ്പോൾ ഏതാണ്ട് വർഷങ്ങളായി, 4-5 കൊല്ലമായി. ഏതെങ്കിലും ഒരാൾക്ക് ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാൾക്ക് പോലും ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നിട്ടില്ല. അതേപോലെയുള്ളൊരു പച്ചക്കള്ളം ഒരുപക്ഷെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഈ പ്രചരണം മുഴുവൻ നടക്കുന്നത്. പക്ഷേ ജനങ്ങൾ ഈ തരത്തിലുള്ള പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇത് സംബന്ധിച്ച് എല്ലാ വസ്തുതകളും ജനങ്ങളുടെ മുന്നിൽ അധികം താമസിയാതെ എത്തും എന്നുകൂടി സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഖനനം നടത്താൻ കേന്ദ്ര സർക്കാർ ഒരു ഏജൻസിക്ക് ടെൻഡർ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ആൾക്ക് ടെൻഡർ കൊടുത്തിട്ട് അവരാണ് സർക്കാർ എംപാനൽ ചെയ്ത കമ്പനികൾ ഏജൻസികളാണെങ്കിലും അവരാണ് തിരഞ്ഞെടുക്കേണ്ടത്. എന്തിനാണത് കേന്ദ്ര സർക്കാരിന് തന്നെ പഠനം നടത്തിയ ശേഷം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദ്യം കേന്ദ്ര സർക്കാരിന് തന്നെ പാരിസ്ഥിതികാഘാത പഠനം നടത്തി അതിനുശേഷം ഇവിടെ ഖനനം നടത്താൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ, മനസ്സിലാവുകയാണെങ്കിൽ ഏജൻസിക്ക് ടെൻഡർ കൊടുത്താൽ പോലും എന്തിനാണ് അവർ? അതായത് ഒരു വലിയ ഏരിയയാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിലൊരു പ്രത്യേക സ്ഥലത്തായിരിക്കും ഇത് നടത്തുന്നത്. ആ സ്ഥലത്ത് കേന്ദ്ര സർക്കാർ നടത്തിയാലും ഏജൻസി നടത്തിയാലും ഒരേ ഇമ്പാക്റ്റ് അല്ലേ? അല്ല, എന്താ പ്രശ്നം? ഞാനാണ് ടെൻഡർ എടുക്കുന്നത്, ആ ടെൻഡർ കിട്ടി എനിക്ക് ഇവിടെ ഖനനം നടത്തണമെന്നും അവിടെ നിന്ന് ഖനനം നടത്തി കിട്ടുന്ന മണൽ വിറ്റ് ലാഭം ഉണ്ടാക്കണമെന്ന് എനിക്ക് ഉറപ്പായും താല്പര്യം ഉണ്ടാവും. എന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും പാരിസ്ഥിതികാഘാത പഠനം, ആ പഠനം എനിക്ക് അനുകൂലമായി വരണമെന്ന് ഞാൻ ചിന്തിക്കും. ഒരു അവസരം കേന്ദ്ര സർക്കാർ ഉണ്ടായി കൊടുക്കരുത്. അല്ല, അതുകൊണ്ടല്ല പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ എംപാനൽ ഏജൻസിയാണ് നടത്തുന്നത്. എംപാനൽ ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്താ? അവരുടെ വൈദഗ്ധ്യം, അവരുടെ വിശ്വാസ്യത. ഇത്രയേ കോൺഗ്രസ് പറയുന്നുള്ളൂ. അല്ലല്ല, കോൺഗ്രസ് പറയുന്നതല്ല ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസ് പലതരത്തിലുള്ള പ്രചരണം നടത്തുക. ഞാൻ പറയുന്നട്ടെ,
ഇതുകൊണ്ട് എന്താ വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഈ എങ്ങനെ വിധേയത്വം ഉണ്ടാവുക? ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല ഞാൻ പറയുന്നത് കേൾക്കുക, അല്ലല്ലെന്ന് പറയുന്നത് ആറന്മുള വിമാനത്താവളം ഇതുമായിട്ട് താരതമ്യം ചെയ്യണ്ട. കാരണം പറയുന്നത് ഞാൻ മുഴുവൻ കേൾക്കട്ടെ, ഞാൻ മുഴുവൻ പറയട്ടെ. ആറന്മുള എനിക്കറിയാലോ, ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണല്ലോ സമരം ചെയ്തത്. ആറന്മുളയിൽ ചെയ്തത് മധുരയിൽ നടത്തിയ ഒരു പഠനം കട്ട് ആൻഡ് പേസ്റ്റ് അടിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ മാത്രമല്ല, അവിടെ അന്ന് എംപാനൽഡ് ഏജൻസിയുടെ ഒന്നുമല്ല വിഷയം. ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ചോദ്യം തോക്കിക്കറി വെടിവെക്കത്തിരിക്കും. അതുകൊണ്ട് എംപാനൽ ചെയ്ത ഏജൻസി ആധികാരികതയുള്ള ഏജൻസിയാണ്. ആ ഏജൻസിയുടെ പഠനം 2 ഘട്ടങ്ങളിൽ ഈ ആഘാത പഠനം നടക്കും. ആ ഓരോ ഘട്ടത്തിലും സംസ്ഥാന പരിസ്ഥിതി അവലോകന കമ്മിറ്റിയുണ്ട്, ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് കമ്മിറ്റി. ആ കമ്മിറ്റിക്ക് ഈ പഠനം ശരിയല്ല എന്ന് ബോധ്യമാവുകയാണെങ്കിൽ അവർക്കത് ക്യാൻസൽ ചെയ്യാം. വളരല്ല, അത് അങ്ങനെ കേന്ദ്ര സർക്കാർ എല്ലാ സ്ഥലത്തും അതല്ല. ഇതിനെന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. അതെങ്ങനെ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല ഏജൻസി, അതാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണ. എംപാനൽ ചെയ്ത് ഇതുവരെ കോൺഗ്രസ് സർക്കാരിൽ പലത് വെട്ടിപ്പ് നടന്നിട്ടുണ്ടാവും, BJP ഗവൺമെന്റിൽ. ഇത് ഈ പഠനം നടക്കട്ടെ. നിങ്ങൾക്ക് സംശയം അല്ലല്ല, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാലോ. ആ സമയത്ത് ഈ പരിസ്ഥിതി ആഘാത പഠനം നടക്കുമ്പോൾ ചോദ്യം ചോദിക്കാലോ. ഏത് ജനങ്ങൾ തെരുവ്? ഒരു തെരുവില്ല. ഈ CAക്ക് വേണ്ടി പുറത്തിറക്കിയത്, CAക്ക് വേണ്ടിയിട്ട് CAയുടെ പേര് പറഞ്ഞ് ജനങ്ങൾ തെരുവിലിറക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇതിലും അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണയും പരിഭ്രാന്തിയും പടർത്തിക്കൊണ്ട് തെരുവിലിറക്കാൻ ശ്രമിക്കുക. ഒരു ധാതു ഖനനവും കേരളത്തിൽ നടത്തുന്നില്ല. ധാതു ഖനനം എന്ന് പറഞ്ഞിട്ടല്ലേ പ്രചരണം? പറയും എവിടുന്ന് ധാതു ഖനനം നടക്കുന്നത്? അല്ലല്ല, ധാതു ഖനനം എവിടെയാണ് നടക്കുന്നത് കേരളത്തിൽ? എൻ്റെ സുഹൃത്തെ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആദ്യം പഠിച്ചു വായിക്കുക. അല്ല, കേരളത്തിലെ ഖനനത്തിൽ ഈ പറഞ്ഞ ആഴക്കടൽ ഖനനം എന്ന് പറയുന്നത് മണലാണ്. നിങ്ങളുടെ ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു ചോദ്യത്തിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ചോദിക്കുമ്പോൾ ധാതു ഖനനം നടക്കുന്നില്ല കേരളത്തിൽ. ഈ അതായത് ആറ്റുമണൽ എന്ന് പറയുന്നത് സിലിക്കൺ അല്ലല്ലോ, കടലിൽ നിന്ന് എടുക്കുന്ന മണൽ. അതിലേത് സിലിക്കൺ ഉണ്ട് എന്ന് പറയും. കടലിൽ നിന്ന് എടുക്കുന്ന മണലിൽ സിലിക്കൺ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കും. ഈ തീരപ്രദേശത്തുണ്ടല്ലോ, കൊല്ലത്തെ തീരപ്രദേശത്തെ ഖനനവും ആഴക്കടലിലെ ഖനനവും ഇതെല്ലാം ഒന്നാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമത്തിൽ നിങ്ങളും അതൊക്കെ വിശ്വസിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കാനാണെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ കാര്യം കേരളത്തിൽ ധാതു ഖനനമേ ഇല്ല, മണലാണ് എടുക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ തീരം. നിങ്ങൾ ഈ 13 സ്ഥലങ്ങളിൽ ഖനനം നടത്താനുള്ള ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വായിച്ചിട്ടുണ്ടോ? അതിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? അതുകൊണ്ടാണ് അതായത് ടെൻഡർ എടുത്ത കമ്പനി എന്തിനാണ് പാരിസ്ഥിതിക പഠനം നടത്തുന്നത്? അല്ലല്ല, സർക്കാർ നടത്തുകയല്ല. സർക്കാർ എംപാനൽ ചെയ്ത ഏജൻസി, അത് സർക്കാർ നടത്തിയാലും മറ്റവർ നടത്തിയാലും ഒരു വിശ്വാസ്യതയുടെയും പ്രശ്നമില്ല. അതായത് നിങ്ങൾ വിചാരിക്കുകയാണ് സ്വയം എന്ന് പറഞ്ഞാൽ ഞാൻ എംപാനൽ ഏജൻസി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നിയന്ത്രണത്തിലാണോ എൻ്റെ നിയന്ത്രണത്തിലാണോ? അപ്പോൾ നാളെ നിങ്ങൾക്ക് പറയാലോ, കേന്ദ്ര സർക്കാർ കരാർ കൊടുക്കുന്നതിന് മുമ്പേ കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഇയാൾ കൊണ്ട് എഴുതിപ്പിച്ചതാണെന്ന്. അതെ, ഇത് പറയുന്ന ആൾക്കാർക്ക് അതും പറഞ്ഞൂടെ? അല്ലല്ല, കേന്ദ്ര സർക്കാർ കരാർ കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടാണ് ഇത് എഴുതിപ്പിക്കുന്നത് എന്ന് പറഞ്ഞൂടെ? കേന്ദ്ര സർക്കാർ എംപാനൽ ചെയ്ത കമ്പനികളിൽ നിന്ന് ഒരു കമ്പനിയെ എന്ത് മാനദണ്ഡത്തിന് ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല, ഞാൻ ഏത് ഏജൻസി എടുക്കാം, കേന്ദ്ര സർക്കാർ തന്നെ നടത്തിയാലും ഇതേ ആരോപണം നിങ്ങൾക്ക് ഉന്നയിച്ചൂടെ? കേന്ദ്ര സർക്കാർ കരാർ കൊടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനല്ലേ കൂടുതൽ സ്വാധീനം? കേന്ദ്ര സർക്കാരിനല്ലേ കരാറുകാരനേക്കാൾ കൂടുതൽ സ്വാധീനം? കേന്ദ്ര സർക്കാരിന് ആരെക്കൊണ്ടെങ്കിലും എന്തെങ്കിലും എഴുതിപ്പിക്കാം, കരാറുകാരനെ എഴുതിപ്പിക്കുന്നതിനേക്കാൾ നന്നായിട്ട് കേന്ദ്ര സർക്കാരിനെ എഴുതിപ്പിച്ചോടെ? കോൺഗ്രസിന്റെ ചോദ്യത്തിനെല്ലാം അതായത് ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റൂല. അതുകൊണ്ട് അത്രേ ഉള്ളൂ. ഒരു തരത്തിലുള്ള പഠനവും എവിടെയെങ്കിലും പഠനം കേരളത്തിലെ മത്സ്യസമ്പത്തിനെ ഈ ഖനനം ബാധിക്കും എന്ന് വന്നിട്ടില്ല, ഇന്ന് വരെയില്ല.
പഠനം നടക്കാൻ പോവാണ്. അതായത് മുരളിയേട്ടാ, മണൽ ഖനനം മാത്രമാണെങ്കിലും മണൽ ഖനനം മാത്രമാണ്. തീരദേശവാസികളും വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ആശങ്ക കേന്ദ്ര സർക്കാർ അഡ്രസ് ചെയ്യും. അതാണല്ലോ പറയുന്നത്. ആ ആശങ്കയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആ അഡ്രസ്സ് ചെയ്യുമ്പോൾ കേരളത്തിന് ആ ആശങ്ക അഡ്രസ്സ് ചെയ്തതാണ് കേന്ദ്ര ഖനന വകുപ്പിൻ്റെ മൈൻസ് സെക്രട്ടറി എറണാകുളത്ത് പോയിട്ട് കൊച്ചിയിലെ അതേ യോഗത്തിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല. കാരണം CAയുടെ പേരിൽ നടത്തിയ പ്രചരണം പോലെ ഒരു പുതിയ പ്രചരണം കേരളത്തിലെ CPM-ഉം കോൺഗ്രസും കൂടി നടത്തുന്നു. ആ പ്രചരണത്തിന് പച്ചക്കള്ളമാണ്, ഒരടിസ്ഥാനമില്ലാത്തതാണ്. ഈ ആശാ വർക്കർമാരുടെ വിഷയത്തില് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ മുഴുവൻ പണം കൊടുത്തെന്ന് പറയുമ്പോഴും സംസ്ഥാന വൃത്തങ്ങൾ ആവർത്തിച്ച് പറയുന്നത് കേന്ദ്ര വീതം. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ വെച്ച് കഴിഞ്ഞു. ഈ കണക്കിനെ സംബന്ധിച്ച് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടേണ്ട പണം കിട്ടിയിട്ടില്ല. അത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രവുമായിട്ട് നടത്തിയ കത്തിടപാടിൻ്റെ രേഖകൾ പുറത്തുവിടാൻ തയ്യാറുണ്ടോ? എനിക്ക് കിട്ടേണ്ട പണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും കത്തെഴുതുമല്ലോ. ഇപ്പോൾ UGCയുടെ കാര്യത്തിൽ ആ കത്ത് ഞാൻ അന്ന് പുറത്തുവിട്ടിരുന്നു. UGCയുടെ 750 കോടി ഞങ്ങൾക്ക് നഷ്ടമായത് കേന്ദ്രത്തിൻ്റെ നയം മൂലമാണ് എന്ന് പറഞ്ഞതിന് മറുപടിയായിട്ട് അന്ന് കേന്ദ്രം അയച്ച കത്ത് ഞാൻ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഞങ്ങൾക്ക് കിട്ടേണ്ട പണം കിട്ടിയിട്ടില്ല, അത് ഇന്ന കാരണങ്ങളാൽ അതുകൂടി അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ കത്തെഴുതിയിട്ടുണ്ടെങ്കിൽ ആ കത്ത് പുറത്തുവിട്ടു. ആരോഗ്യമന്ത്രി 100 കോടി രൂപയുടെ കുടിശ്ശിക തരാനുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ പച്ചക്കള്ളമാണെന്ന് ഉറപ്പായിട്ടും 100%. കാരണം എന്താ വെച്ചാൽ നിയമസഭയിൽ ഇത് പച്ചക്കള്ളമാണെന്ന് പറയാൻ ആരുമില്ല. പാർലമെൻറ്റിൽ ഒന്നുമില്ലെങ്കിൽ രാധാകൃഷ്ണനെ കൊണ്ട് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുപ്പിക്കട്ടെ. ഒരു MP ഉണ്ടല്ലോ. ഒരു നിയമസഭയിൽ അങ്ങനെ മന്ത്രിക്ക് പറയാൻ കഴിയും? എത്ര കള്ളങ്ങൾ കഴിഞ്ഞ ബജറ്റിലടക്കം പച്ചക്കള്ളം പറഞ്ഞല്ലേ. കഴിഞ്ഞ ബജറ്റിൽ ഈ കേന്ദ്രം ഞെരുക്കുന്നത് കൊണ്ടാണ് കേരളത്തിന് പലതും നടപ്പാക്കാൻ പറ്റാത്തത് എന്നുള്ള പച്ചക്കള്ളം ബജറ്റ് പ്രസംഗത്തിൽ വെച്ചിട്ട് ഇപ്പോൾ പാസ്സാക്കുന്ന ഇന്നലെ പാസ്സാക്കിയ പ്രമേയം എന്താ പച്ചക്കള്ളല്ലേ? കേരള നിയമസഭ ധാരാളം പച്ചക്കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. CAയുടെ കാര്യത്തിൽ പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരള നിയമസഭയിലെ മന്ത്രിമാർ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പറയാൻ സഹകരണാത്മക പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിൽ ആർക്കും ധൈര്യമില്ലാത്തതുകൊണ്ട് അത് പറയാറില്ല. ഈ ആശാ വർക്കർമാരെ അവരെ ഒരു തൊഴിലാളികളായി അംഗീകരിക്കുന്ന രീതിയിലെല്ലാം കേന്ദ്ര സർക്കാർ തീരുമാനിക്കണം. ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും? അല്ല, അത് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാർ ആശാ വർക്കർമാർ എന്തൊക്കെ ചുമതലകളാണ് നിർവഹിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് സംസ്ഥാനം പല ചുമതലകളും അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അതുപോലെയുള്ള ജോലികൾ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് ഇന്നലെ പ്രതിപക്ഷം തന്നെ നിയമസഭയിൽ പറഞ്ഞു. അതിനൊന്നും അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അത്രയും കാര്യം ഏൽപ്പിച്ചിട്ട് അവരെ ഫുൾ ടൈം ജോലി എടുപ്പിക്കുമ്പോൾ അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കേണ്ടത് ആരാ? സംസ്ഥാന ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയിൽ ഏൽപ്പിച്ച ഞാൻ നിങ്ങളെ രണ്ട് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. 25 ജോലി വേറൊരാളെ ഏൽപ്പിക്കുന്നു. ആരെ ഏൽപ്പിക്കേണ്ട? ആരെ അംഗീകരിക്കും? അതാണ്. ആശാ സ്കീം നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പം ആ സ്കീം നടപ്പിലാക്കിയത് കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് തന്നെ ഇവർ തൊഴിലാളികളായി അംഗീകരിക്കാനുള്ള ചുമതലയും കേന്ദ്ര സർക്കാരാണ്. ഞാൻ ചോദിക്കട്ടെ, ആളുകളെ ബാധിക്കുന്നത് ഇതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ പൈസയാണ് രാജ്യത്താകമാനം കിട്ടുന്നത്. കേരളത്തിലെ സമരം മാത്രമല്ല, മിക്ക സംസ്ഥാനങ്ങളിലും സമരം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പം ഇതിന് ശാശ്വതമായ ഒരു മാർഗം തൊഴിലാളികൾ തന്നെ പറയുന്നത് ഞങ്ങൾ തൊഴിലാളികളായി അംഗീകരിക്കണം, എന്നിട്ടൊരു മിനിമം കൂലി നിശ്ചയിക്കണം. ഇതിനുള്ള നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ? അതായത് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന പദ്ധതി അനുസരിച്ച് ഇൻസെൻറ്റീവ് കേന്ദ്ര സർക്കാരും ഓണറേറിയം സംസ്ഥാന ഗവൺമെൻറ്റും. ഇതാണല്ലോ ഈ ഓണറേറിയം കൊടുക്കുന്നത്. അതത് സംസ്ഥാനങ്ങൾ എന്തൊക്കെ ചുമതലകൾ ആശാ വർക്കർമാരെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓരോ സംസ്ഥാനത്ത് ഓരോ രീതിയിലാണ്. കേരളത്തിൽ 2 ജോലി കേന്ദ്രം ഏൽപ്പിച്ചതും 28 ജോലി സംസ്ഥാനം ഏൽപ്പിച്ചതുമാണെങ്കിൽ സംസ്ഥാനം കൂടുതൽ കൊടുക്കേണ്ടി വരും. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇത്രയും ജോലി ഏൽപ്പിക്കുന്നില്ലെങ്കിൽ അവർ അത്രയും കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ വിവിധ റേറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ശരി, കേരളം കൂടുതൽ പൈസ കൊടുക്കണമെന്ന് നമ്മൾ കരുതാം, പക്ഷെ തൊഴിലാളിയായി അംഗീകരിക്കുന്നത് കേന്ദ്രമാണ്. അതിനുള്ള നടപടി പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇൻസെൻറ്റീവ് ഇവർ കൊടുക്കുന്നത് ഓണറേറിയം അവർ കൊടുക്കുന്നതാകുമ്പോൾ
ആരാ അംഗീകരിക്കേണ്ടത്? ആരാ കൂടുതൽ പൈസ കൊടുക്കുന്നത്? ഓണറേറിയം ഒരു 5000 രൂപ അടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് അടുത്ത് തന്നെ കേന്ദ്രത്തിന് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു മാറ്റത്തിൽ അങ്ങനെ മാറ്റാൻ കഴിയുമോ, അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമോ കേന്ദ്രത്തിന് ഒരു? അല്ല, അത് നമുക്ക് പിന്നെ ആലോചിക്കാം. അല്ല, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത് 500 രൂപ പോലും വർദ്ധിപ്പിക്കാതെയാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഇൻസെൻറ്റീവ് ഇരട്ടിയാക്കിയത് ഈ സർക്കാരാണ്. ഇൻസെൻറ്റീവിൽ ഇരട്ടിയാക്കുന്നതിന് പുറമെ ഇവരെ എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയുടെ ചികിത്സാ ചെലവ് വഹിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയതും നരേന്ദ്രമോദി സർക്കാരാണ്. അതിനു മുമ്പുള്ള കോൺഗ്രസ് സർക്കാരുകളല്ല. അല്ല, തൊഴിലാളികൾ അംഗീകരിക്കുന്നത് എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. സാമ്പത്തിക വർഷത്തിൽ 1 രൂപ പോലും ലഭിച്ചിട്ടില്ല. കാരണം തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം എന്ന അഖിലേന്ത്യാ തലത്തിൽ അങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും സമരമുണ്ട്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ആശാവർക്കർമാരുടെ ഈ സ്കീമിന് വേണ്ടി 1 രൂപ പോലും കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പച്ചക്കള്ളം പറയുന്നത്. പച്ചക്കള്ളം ഓരോന്നിനോരോന്ന് പച്ചക്കള്ളാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് കേരളത്തിലെ മന്ത്രിമാർ കള്ളം പറയുന്നതിന് മുഖ്യമന്ത്രി അടക്കം കള്ളം പറയുന്നില്ലേ? മാസപ്പടി എന്ത് വകുപ്പിലാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ എന്താ മിണ്ടാത്ത ഇതുവരെ? മാസപ്പടി വാങ്ങിയെന്നുള്ളത് തെളിഞ്ഞു. മാസപ്പടി എന്ത് കണക്കിലാണ് വാങ്ങിയത്? എന്താ മിണ്ടാത്തത്? ഇത് അതേപോലെ എല്ലാ പച്ചക്കള്ളം പറയുന്നുണ്ടല്ലോ. ബജറ്റിൽ പച്ചക്കള്ളം പ്രസംഗിക്കുന്നു. കാരണം സുപ്രീം കോടതി പോയപ്പോൾ ആ സുപ്രീം കോടതി ആ കടലാസ് എടുത്ത് കളഞ്ഞില്ലേ? പച്ചക്കള്ളായതുകൊണ്ടല്ലേ. കോടതിയുടെ മുമ്പാകെ കോടതിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. ഈ വിഷയത്തിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ അപമാനിക്കുന്ന ചില പ്രസ്താവനകൾ വിവിധ ഭാഗങ്ങളുണ്ടായിരുന്നു. അല്ല, അത് ഏറ്റവും കൂടുതൽ ആശാപ്രവർത്തകരെ അപമാനിക്കുന്ന പരാമർശങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് CPM അനുകൂല നേതാക്കന്മാരും CPM അനുകൂല സംഘടനകളുമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതാണെന്ന് പറഞ്ഞത് അവരാണ്. ഇവിടെ ജന്തർ മന്ദറിൽ അവർ കഴിഞ്ഞ വർഷം സമരം ചെയ്തിട്ടുണ്ട്. എന്നെ കാണാനും വന്നിരുന്നു ആശാപ്രവർത്തകർ. അന്ന് നമ്മുടെ വനിതാക്ഷേമ മന്ത്രി സ്മൃതി ഇറാനിയെ അവർ കണ്ടു. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അന്ന് ഡൽഹിയിൽ വന്ന് സമരം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതാണ്. കേരളത്തിലെ ഗവൺമെൻറ്റാണ് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതാണ്. ഈ ആശമാരുടെ സമരപന്തലിൽ സുരേഷ് ഗോപി പോയിട്ടൊരു സ്വീകാര്യത കിട്ടിയത് സെലിബ്രിറ്റി ആയതുകൊണ്ടാണെന്നും ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ പോയത് ഇങ്ങനെ കിട്ടിയില്ലെന്നും ജോർജ് കുര്യൻ പോയിട്ടില്ലല്ലോ. സന്തോഷ് കുമാർ പറയുന്നുണ്ട് കിട്ടില്ലെന്ന്. ഏത് സന്തോഷ് കുമാർ? സന്തോഷ് കുമാർ പറയുന്നത് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് സ്വകാര്യമായിട്ട് സംസാരിച്ചാൽ മതി. അദ്ദേഹം കാര്യം സത്യം പറയും. ഇതൊക്കെ പരസ്യമായിട്ട് നടത്തുന്ന പ്രതികരണങ്ങളാണ്. കാരണം അത് അദ്ദേഹത്തിന് പാർട്ടി, അദ്ദേഹം CPI-യുടെ ഒരു നേതാവല്ലേ. CPI-ക്കാർ അവിടുന്ന് പറയുന്നത് അദ്ദേഹത്തിന് പറയാതിരിക്കാൻ പറ്റുമോ? സ്വീകാര്യത ഞങ്ങളൊക്കെ പോയിട്ട് ഇഷ്ടംപോലെ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായം. ബിനോയ് വിശ്വം തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ സന്തോഷ് കുമാർ നിങ്ങൾ കുത്തി ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞു വന്നിട്ടുണ്ടാവും. ശരിയാവും. സമവായത്തിൽ ചർച്ച അവസാനിപ്പിക്കാനായിട്ട് കേന്ദ്രത്തിന്റെ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെൻറ് ശത്രുതാ മനോഭാവം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി വെയിലത്ത് മഴയത്തും സമരം ചെയ്യുന്ന ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള മനോഭാവമെങ്കിലും കാണിക്കണം. 1. 2, സ്റ്റേജ് കെട്ടാൻ അനുവാദം കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് ടാർപോളിൻ കെട്ടി മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആശാ വർക്കർമാരോട് പ്രതികാര മനോഭാവം കാണിക്കരുത്. ഇത്രയും തന്നെ കാണിച്ചു കഴിഞ്ഞാൽ സമവായി. ഒരു കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് ആശാ വർക്കർമാർ ഇതെല്ലാം ഞാൻ വീണ്ടും ആവർത്തിച്ചില്ലേ? ഞാൻ പലതവണ പറഞ്ഞു. ഇത്രയും നേരം പറഞ്ഞത് രണ്ടാമത് റെക്കോർഡ് ചെയ്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു. താങ്കൾ പോകുന്നുണ്ടോ അവിടെ? എവിടെ? 2 പ്രാവശ്യം പോയില്ലേ? ഇനിയും പോകും ഞാൻ. എന്നാണ് BJP-ന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് വരിക? സ്റ്റേറ്റ് പ്രസിഡന്റൊക്കെ ഇന്നലെ പോയി. ഈ പത്രക്കാർ പ്രഖ്യാപനം വരിക? പ്രഖ്യാപനം ശരി. ഞാൻ വിചാരിച്ചു അവിടെ സമരത്തിന് പോകുന്നത്. ഞാനല്ലല്ലോ പ്രഖ്യാപിക്കേണ്ടത്. അത് പ്രഖ്യാപിക്കുന്ന ആൾക്കാരോട് മുൻ പ്രസിഡന്റുമാരെ വീണ്ടും പ്രസിഡന്റാകാൻ സാധ്യതയുണ്ട്. ആർക്ക് വേണമെങ്കിലാവാലോ. രാജഗോപാൽജി തൊട്ട് ജീവിച്ചിരിപ്പുള്ള നിരവധി മുൻ പ്രസിഡന്റുമാർ. അറിയില്ല. നിങ്ങളൊക്കെ ഡൽഹിയിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഞാനിങ്ങ് വന്നു പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയാം. ശരി.